നമസ്കാരം. ഇന്നത്തെ ഈ എപ്പിസോഡ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വളരെയേറെ പ്രയോജനകരമായി തീർന്നേക്കാവുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഓരോ ലഗ്നക്കാരനും ഇപ്പോൾ ഈ അവസ്ഥയിൽ ശനിയും വ്യാഴവും അനുകൂലമായ പൊസിഷനിലൂടെയാണോ, രാശികളിലൂടെയാണോ, ഭാവങ്ങളിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ള വർത്തമാനമാണ്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ വീഡിയോസുകൾ ഓർഡറായി തന്നെ എൻ്റെ ഒരു ജ്യോതിഷ വിദ്യാർത്ഥി അത് ഈ നോട്ടാക്കി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന ജ്യോതിഷ വർത്തമാനങ്ങൾ ഓർഡറായി, അതായത് അനാവശ്യ ഫിലോസഫിക്കൽ കാര്യങ്ങളോ അല്ലെ മറ്റ് വാചകമണികളോ ഇല്ലാതെ ജ്യോതിഷം മാത്രമായിട്ട് 1, 2, 3 എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് അദ്ദേഹം നോട്ടാക്കി PDF രൂപത്തിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ അതൊരു സന്തോഷം തന്നെ. ആ നോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നോട്ട് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കൂ. ഈ നോട്ട് തയ്യാറാക്കുന്നതിന് ഒരു ചെറിയ പ്രതിഫലവും വാങ്ങിക്കൊള്ളൂ. കാരണം ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണാറില്ല. ഒന്ന്, പിന്നെ അത് മറ്റുള്ളവർക്കായി ഉള്ളതാണ് ആ വീഡിയോ. അതിൽ നിന്ന് ഒരാൾ നോട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ പ്രസിദ്ധീകരിക്കുന്നു: 96 56 59 02 44. ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ നമ്പറിൽ ആ നോട്ടുകൾ ആവശ്യമുള്ളവർ വാങ്ങുക. ഒരു ചെറിയ പ്രതിഫലം അദ്ദേഹം ആവശ്യപ്പെടും, അതും കൊടുക്കുക. ഇനി കാര്യത്തിലേക്ക്. നമ്മുടെ ഈ നക്ഷത്രഫലവും കൂറുഫലവും മറ്റും പറയുന്നത് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. അല്ല, നമ്മളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ലഗ്നം എന്ന കൺസെപ്റ്റിലാണ്. ലഗ്നാൽ ഏതേത് ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുവെന്ന് നോക്കണം. നമുക്ക് ശനി സ്വക്ഷേത്ര ബലവാനായി കുംഭത്തിലും ഗുരു ഇടവത്തിലും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ലഗ്നക്കാർക്കും ഇവർ നല്ലതോ പൊല്ലാത്തതോ ആയ അനുഭവങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. എത്ര കാലം ഇതുണ്ടെന്ന് ചോദിച്ചാൽ 15/5/2025, അതായത് അടുത്ത വർഷം മെയ് മാസം 15-ാം തീയതി വരെ ഗുരു ഇവിടെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് മിഥുനത്തിലേക്ക് പോകും, പിന്നെ കർക്കിടകത്തിലേക്ക് പോകും, വീണ്ടും മിഥുനത്തിലേക്ക് പോകും, വീണ്ടും കർക്കിടകത്തിലേക്ക് വരും, പിന്നെ ചിങ്ങത്തിലേക്ക് വരും, വീണ്ടും കർക്കിടകത്തിലേക്ക് പോകും. സാധാരണ ഓർഡറായിട്ടാണ് സഞ്ചരിക്കുന്നു എങ്കിലും ഗ്രഹങ്ങൾക്ക് വക്രത്തിലൂടെ ബാക്കിലോട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കുറേ കാലം ഇവിടെ ഒന്ന് ചുറ്റി കളിക്കുമെന്ന് അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി. എന്നാലും അടുത്ത വർഷം മെയ് 15 വരെ ഗുരു ഇവിടെ തന്നെ ഉണ്ടാകും. അടുത്ത ശനി അടുത്ത വർഷം 3-ാം മാസം വരെ, മാർച്ച് 29 വരെ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് മീനത്തിലോട്ട് പോകും. അപ്പോൾ ഓരോ ലഗ്നക്കാരനും ഈ ഗ്രഹങ്ങൾ എന്ത് സൂചനയാണ് കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ജാതകത്തിൽ ഏതേതെങ്കിലും ഭാവങ്ങളിൽ നിന്നാൽ അതിനൊരു ഫലമുണ്ട്. അതുപോലെ ചാരവശാൽ കറങ്ങി വരുമ്പോഴും ഒരു ഫലമുണ്ട്. അത് സംസ്കൃത ശ്ലോകത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ വിവർത്തനം ഞാൻ വായിക്കാം. ജാതകാദേശം എന്ന പുസ്തകത്തിൽ നിന്നാണ്. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അനേക പ്രകാരത്തിലുള്ള ദുഃഖത്തെയും, അപ്പോൾ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നാൽ ദിഗ്ബലത്തോടു കൂടിയ നിൽക്കുക ഗുരു. മറിച്ച് ചാരവശാൽ ലഗ്നത്തിലേക്ക് സഞ്ചരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പറയുന്നത്.
ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അനേക പ്രകാരത്തിലുള്ള ദുഃഖത്തെയും ജന്മത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ട് വരുമ്പോൾ അനേക വിധമായ, അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിടുന്നു, അനേകപരമായ ദുഃഖം. ഒന്നിൽ നിൽക്കുന്ന വ്യാഴം നന്നല്ല എന്ന് പറയുന്നു. രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ധനസമൃദ്ധിയെയും, ശ്രദ്ധിക്കുക, ഗുരു, ഞാൻ ഈ ഗുണന ചിഹ്നം ഇട്ടിരിക്കുന്നത് അത് കൊള്ളരുതാത്ത രീതിയെന്നും ഏത് ഭാവത്തിൽ വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് ശരിയിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി കേൾക്കുക. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അനേക പ്രകാരമുള്ള ദുഃഖത്തെയും, രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ധനസമൃദ്ധിയെയും, മൂന്നിൽ സ്ഥാനഭ്രംശത്തെയും, നാലിൽ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെയും, അഞ്ചിൽ പുത്രലാഭത്തെയും ധനത്തെയും, ആറിൽ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെയും, ഏഴിൽ വലിയ സുഖങ്ങളെയും, എട്ടിൽ രോഗത്തെയും, ഒമ്പതിൽ ധനലാഭത്തെയും സുഖലാഭത്തെയും, പത്തിൽ ധനനാശത്തിൻ്റേതും, 11 സ്ഥാനമാന ലാഭത്തെയും, 12 നിൽക്കുന്ന വ്യാഴം വലിയ ദുഃഖത്തെയും ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വ്യാഴത്തെയും ശനിയെയും എടുക്കാൻ കാരണം ഏകദേശം കുറച്ചു കാലമെങ്കിലും ഒരു രാശിയിലൂടെ കടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ വ്യാഴത്തെയും ശനിയും മാത്രം എടുത്താൽ പോരാ, ചന്ദ്രനടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള സംഗതി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഇത് നോക്കാം. ഇങ്ങനെ വരുമ്പോൾ 2, 5, 7, 9, 11, 2, 5, 7, 9, 11 ഈ ഭാവങ്ങളിലൂടെ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ലതും, ഈ 5 ഭാവങ്ങളിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ലതും, ബാക്കി 7 ഭാവങ്ങൾ പൊല്ലാത്തതുമായി മാറുന്നു. അടുത്ത് ഇനി ശനിയുടെ ചാരവശാലുള്ള സഞ്ചാര ഫലങ്ങളിലേക്ക്. ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ അനേക വിധമുള്ള രോഗങ്ങൾ, ജന്മത്തിലെന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ സഞ്ചരിച്ച് വരുമ്പോൾ ദുഃഖവും, 2ൽ നിൽക്കുമ്പോൾ സുഖവും ധനവും നശിക്കും, 3ൽ ധനം ഭൃത്യൻ മുതലായവ ലഭിക്കുകയും, 4ൽ ഭാര്യാബന്ധുക്കൾ ധനം സുഖം ഇത് കണ്ട നാശവും, 5ൽ ധനവും സുഖവും നശിക്കുകയും, 6ൽ ശത്രുനാശവും, 7ൽ ദേശാന്തര ഗമനം മുതലായവയും, 8ൽ കഠിനമായ ദുഃഖവും, 9ൽ ധർമ്മനാശവും രോഗവും, 10ൽ ദാരിദ്ര്യവും, 11ൽ ധനലാഭവും, 12ൽ നിൽക്കുമ്പോൾ ധനനാശവുമാണ് ഫലം. എന്ന് പറഞ്ഞാൽ മന്ദൻ ശനി, ഞാൻ ഗുണന ചിഹ്നം ഇട്ട് വച്ചിരിക്കുന്നത് ശനിക്ക് ചാരവശാൽ കൊള്ളരുതാത്ത ഭാവങ്ങളാണ്. 1 ലഗ്നവും ലഗ്നാൽ 2ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു. 3ാം ഭാവം ശനിക്ക് നല്ലത്, 5 നല്ലത്, 6 നല്ലത്, 7 നല്ലത്. 7 ദേശാന്തര ഗമനം എന്നാണ് പറയുക. അത് നല്ലതും പൊല്ലാത്തതുമായി മിക്സ് ചെയ്ത് വരും. 11 നല്ലത്. അപ്പോൾ ഏകദേശം 5 ഭാവങ്ങൾ, 3, 5, 6, 7, 11 ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ നല്ലതും ബാക്കി 7 ഭാവങ്ങൾ പൊല്ലാത്തതുമായി മാറുന്നു. ഇനി നമുക്ക് നോക്കാം. മേടലഗ്നക്കാരനെ, മേടലഗ്നത്തിൽ ജനിച്ച ആളിന് ശനി 11ലൂടെ സഞ്ചരിക്കുകയാണ്. ശനിയുടെ സഞ്ചാരം മേടലഗ്നക്കാരന് അനുകൂലമാണ്. ഇനി ഗുരു എവിടെയാണ്? മേടലഗ്നക്കാരൻ്റെ 2ലൂടെ സഞ്ചരിക്കുകയാണ്. അതും 2ഉം ഗുരുവിന് നല്ലത്. ബാക്കി ഗ്രഹങ്ങളൊക്കെ പൊല്ലാത്ത രീതിയിൽ മാറിയും മറിഞ്ഞും വരും. എന്നാലും മേടലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ശനിയും ഗുരുവും നല്ല ഭാവങ്ങളിലൂടെയാണ് യാത്രയാകുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ, പ്രവർത്തന പദ്ധതികളൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അനുകൂലമായ കാലഘട്ടമാണ്. അടുത്ത് 12ലേക്ക് വരും, ഇത് 3ലോട്ട് പോകും. നമുക്ക് നോക്കാം. അപ്പോൾ മേടലഗ്നക്കാരന് അനുകൂലമാണെന്ന് കണ്ട് ഇല്ല. ചില പ്രവാചകന്മാർ പറയും പോലെ ജ്യോതിഷ നിഗമനം ലഗ്നാലും അല്ലെങ്കിൽ മറ്റ് സംഗതികളിലും കൂടെ ചിലർ പറയും ഇന്ന കാര്യങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ വിവാഹത്തിന്, അല്ല ഇന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് കുറച്ച് പ്രവചനങ്ങൾ നടക്കും.
അതൊന്നും ജ്യോതിഷത്തിൽ അത്ര ആപ്ലിക്കബിൾ അല്ല. നല്ല കാലങ്ങൾ നമുക്ക് ഒരു ഏകദേശ രൂപം നമ്മുടെ പ്രവർത്തന പദ്ധതികൾക്ക് മനസ്സിലാക്കുകയും നമുക്കതിന് രൂപം കൊടുക്കുകയും ചെയ്യാം. കൊല്ലാത്ത കാലത്ത് നമ്മളൊരല്പം ഒതുങ്ങിയിരിക്കണം, അത്രമാത്രം. ഇടവലഗ്നക്കാരൻ്റെ 10-ലൂടെയാണ് ശനി സഞ്ചരിക്കുക. 10-ലൂടെയുള്ള സഞ്ചാരം പൊല്ലാത്തതാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇടവലഗ്നക്കാരൻ്റെ 1-ലൂടെയാണ് ഗുരു സഞ്ചരിക്കുക. ഇടവലഗ്നക്കാരന് ഈ 2 ഗ്രഹങ്ങളുടെയും സഞ്ചാരപഥം ഇപ്പോൾ പന്തിയല്ല. 2 ഗ്രഹങ്ങളും അപ്പോൾ പുതിയ പ്രവർത്തന പദ്ധതികൾ ഏർപ്പെടാതിരിക്കുക. ഗ്രഹങ്ങളങ്ങ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അനുകൂലമായ ഭാവങ്ങളിൽ വരും. എപ്പോഴും അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കില്ല. ഇങ്ങനെയാണ് ചാരവശാൽ സഞ്ചാരം നമ്മൾ കാണുക. ഇനി മിഥുന ലഗ്നക്കാരൻ്റെ 9-ലൂടെയാണ് ശനി സഞ്ചാരം. ശനിക്ക് 9 അത്ര പന്തിയല്ല എന്ന് കണ്ടു. മിഥുന ലഗ്നക്കാരൻ്റെ 12-ലൂടെയാണ് ഗുരു സഞ്ചരിക്കുക. 12-ലെ സഞ്ചാരവും ഗുരുവിന് പന്തിയല്ല. ഈ 2 ലഗ്നക്കാർക്കും അനുകൂലമല്ല ശനിയും ഗുരുവിൻ്റെയും ഇപ്പോഴത്തെ സഞ്ചാരം. അടുത്ത് കർക്കിടക ലഗ്നക്കാരന് ശനിയും ഗുരുവും അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിച്ചുകൊണ്ട് കർക്കിടക ലഗ്നത്തിലേക്ക്. കർക്കിടക ലഗ്നക്കാരൻ്റെ 8-ലൂടെ ശനി സഞ്ചരിക്കുന്നു. 8 അത്ര പന്തിയല്ല കർക്കിടക ലഗ്നക്കാരന്. കർക്കിടക ലഗ്നക്കാരൻ്റെ 11-ലൂടെ ഗുരു സഞ്ചരിക്കുന്നു. 11 നല്ലതാണ്. ഗുരു അനുകൂലമായും ശനി പ്രതികൂലമായുമാണ് കർക്കിടക ലഗ്നക്കാരന് നിൽക്കുക. ചിങ്ങലഗ്നക്കാരന് 7-ലൂടെ ശനി സഞ്ചരിക്കുന്നു. ദേശാന്തര ഗമനോ പറയുക. ഉപജീവനത്തിന് വേണ്ടി ദേശാന്തര ഗമനം നടത്താമല്ലോ, അപ്പോൾ അതൊരു അനുകൂല ഭാവമായിട്ട് തന്നെ എടുക്കണം. 7-ലൂടെയുള്ള ഗുരുവിൻ്റെ സഞ്ചാരവും നല്ലത്. ചിങ്ങം രാശിക്ക് അനുകൂലമായിട്ട് ഇപ്പം 2 ഗ്രഹങ്ങളും കറങ്ങുക. കന്നി ലഗ്നക്കാരൻ്റെ 6-ലൂടെ ശനി സഞ്ചരിക്കുന്നു. 6 നല്ലത് പറയുന്നു. കർക്കിടക ലഗ്നക്കാരൻ്റെ 9-ലൂടെ ഗുരു സഞ്ചരിക്കുന്നു. നല്ലത് പറയുന്നു. അടുത്ത് തുലാലഗ്നക്കാരൻ്റെ 5-ലൂടെ ശനി സഞ്ചരിക്കുന്നു. 5ഉം ശനി നല്ലത് പറയുന്നു. 5-ലൂടെയുള്ള സഞ്ചാരം വ്യാഴത്തിനും നല്ലത് തന്നെ. ഈ ലഗ്നക്കാരന് അനുകൂല ഭാവമാണ്. 2 ശരി ഇട്ടിരിക്കുന്ന 2 ഗ്രഹങ്ങളും അനുകൂല ഭാവം വരുമ്പോഴാണ്. 2 ഗുണനചിഹ്നം ഇട്ടിരിക്കുന്നത് 2 ഗ്രഹവും അനുകൂലമല്ലാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ്. ഒരു ശരിയും ഒരു ഗുണനചിഹ്നം ഇട്ടിരിക്കുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വരും. ഒരു ഗ്രഹം അനുകൂല ഭാവത്തിലും മറ്റത് പ്രതികൂല ഭാവത്തിലും. ശനി വൃശ്ചിക ലഗ്നക്കാരൻ്റെ 4-ലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 വൃശ്ചിക ലഗ്നക്കാരന് പന്തിയല്ല. 4-ലൂടെയുള്ള ഗുരുവിൻ്റെ സഞ്ചാരവും പന്തികെട്ട് വരുന്നു. അല്ല, 4-ലൂടെ ശനി സഞ്ചരിക്കുന്നത് 4-ലൂടെ ശനിയുടെ സഞ്ചാരം നന്നല്ല. ശനി അനുകൂലമല്ല. 7-ലൂടെ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരു അനുകൂലമാണ്. ധനു ലഗ്നക്കാരൻ്റെ 3-ലൂടെ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അനുകൂലമാണ് ശനി ഇപ്പോൾ. ധനു ലഗ്നക്കാരൻ്റെ 6-ലൂടെ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഗുരു പന്തിയായ സ്ഥാനത്തല്ല. മകരലഗ്നക്കാരൻ്റെ 2-ലൂടെ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അനുകൂലമല്ല. 5-ലൂടെ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അനുകൂലമാണ്. കുംഭലഗ്നക്കാരൻ്റെ ലഗ്നത്തിലൂടെ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലഗ്നാധിപൻ എന്ന പരിഗണന കൊടുക്കണം. എന്നാലും 1
ശനിക്ക് പന്തി പറയുന്നില്ല. 4-ലൂടെയുള്ള ഗുരുസഞ്ചാരവും പന്തിയല്ല. മീനലഗ്നക്കാരൻ്റെ 3-ലൂടെ ഗുരു സഞ്ചരിക്കുന്നു. 3 മീനലഗ്നക്കാരന് ഇത് ഒരു പന്തിയല്ല. 12-ലൂടെ ശനി സഞ്ചരിക്കുന്നു, പന്തിയല്ല. ചുരുക്കി പറഞ്ഞാൽ മീനം, ഇടവം, മിഥുനം, കുംഭം രാശിക്കാർക്ക് അനുകൂല ഭാവത്തിലല്ല ഗുരുവിൻ്റെയും ശനിയുടെയും സഞ്ചാരം. അനുകൂലമായി ഇപ്പോൾ ഏത് ലഗ്നക്കാരന് സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ പരിപൂർണമായും 2 ഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുന്നത് ചിങ്ങം, കന്നി, തുലാം. ഈ 3 രാശിക്കാർക്ക് മാത്രമാണ്. നമ്മൾ മേടലഗ്നം നോക്കിയില്ല എന്ന് തോന്നുന്നു അല്ലേ? മേടലഗ്നം നോക്കിയല്ലോ. മേടലഗ്നം 2 അനുകൂലമാണല്ലോ. 2-ലൂടെയുള്ള ഗുരുവും 11-ലൂടെയുള്ള ശനിയും. അപ്പോൾ മേടം, ചിങ്ങം, കന്നി, വൃശ്ചികം എന്നീ 4 രാശിക്കാർക്ക് അനുകൂലവും ഒട്ടും അനുകൂലമല്ലാത്തത് മീനം, കുംഭം, മിഥുനം, ഇടവം രാശിക്കാർക്ക്. ഇങ്ങനെയാ ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരം നല്ലതും പൊല്ലാത്തതുമായ സൂചന നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി ബാക്കി ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരം നമുക്ക് നോക്കാം. അപ്പോൾ ജ്യോതിഷ വിഷയം ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. എനിക്ക് വരുന്ന നിരവധിയായ വിളികൾ, ചില ഭാര്യ ഭർത്താക്കന്മാരുടെ, ചില അച്ഛനമ്മമാരുടെ, ചില കുഞ്ഞുങ്ങളുടെയൊക്കെ വിളികൾ അമ്പരപ്പിക്കുന്ന വിധം ജീവിതം, കേരളീയ ജീവിതത്തിൽ കുഴഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. പ്രണയം, ദാമ്പത്യ ജീവിതം, കുഞ്ഞുങ്ങളെ വളർത്തൽ, ഇതിലുള്ള പരിശീലനം ചെറു ക്ലാസ്സുകളിൽ കൊടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെ പ്രണയിക്കണം എന്ന് പോലും പഠിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഇൻഡിവിജ്വലായിട്ട് നമ്മെ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തെ ഞാൻ ഒരു 5 ഇംഗ്ലീഷ് അക്ഷരങ്ങളുമായി കൂട്ടി വായിക്കാൻ ശ്രമിക്കുകയാണ്. TAMWX. ഈ T എന്ന അക്ഷരത്തെ 2 വ്യക്തികളായി നമുക്ക് സങ്കല്പിക്കുക. ഒരാൾ ഇങ്ങനെ സ്റ്റേണായിട്ട് നിവർന്ന് നിൽക്കുകയും മറ്റേ ആളിനെ തോളിലെടുത്ത് വച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുക. ദാമ്പത്യ ബന്ധത്തിൽ ഒരാളെ എടുത്ത് തോളിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം ഇയാൾക്ക് തോൾ കഴയ്ക്കുമ്പോൾ അവിടെ ഇടും, തീർച്ചയായിട്ടും ഇട്ടേ പറ്റൂ. ഒരാളിനെ ആശ്രയിച്ചല്ല കഴിയേണ്ടത് എന്നർത്ഥം. പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. അടുത്ത് ഈ വരാങ് മറക്കുക. 2 പേരും പരസ്പരം താങ്ങായിട്ട് നിൽക്കുക. ഒരു താങ്ങ് പോകുമ്പോൾ മറ്റേയാൾ വീഴും. അങ്ങനെ പരസ്പരം താങ്ങി പിടിച്ച് നിൽക്കരുത്. താങ്ങ് പോകുമ്പോൾ വീഴും. ഇത് 2ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം കാലുകൾ ഉറച്ചു. എന്നാൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. 2 പേരും കാല് തറയിൽ ഉറച്ചു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുക. അവർ തമ്മിലൊരു ബന്ധവുമുണ്ട്. ഇതാണ് ശരിയായ ദാമ്പത്യ ബന്ധം. W എന്ന് പറഞ്ഞാൽ തലക്കുത്തനെ. ഇതിന് നേരെ വിപരീതമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. X, ഇയാൾ അയാളുടെ വഴിക്ക്, തോന്നിയ വഴിക്ക് പോകുന്നു, ഇയാൾ അയാളുടെ വഴിക്ക് പോകുന്നു. പരസ്പരം അടിയും ബഹളമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. എന്തായിരുന്നാലും ഈ TA ബന്ധത്തെക്കാൾ ഈ ബന്ധത്തെക്കാളും X ബന്ധം സ്വീകരിക്കാം. പരസ്പരം കലഹം ഉണ്ടാവില്ല, അവരവർക്ക് തോന്നിയ വഴി പോകുന്നു. നമ്മൾ ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയ ജീവിതത്തിലായാലും ഒരു കൃത്യമായ അകലം, ഇൻഡിപെൻഡൻ്റായിട്ട് അകലം പാലിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഈ അകലം പാലിക്കുക?
അങ്ങകലെ സൂര്യൻ നിൽക്കുന്നു. സൂര്യനിൽ നിന്ന് ഒരു കൃത്യ അകലം പാലിച്ചുകൊണ്ട് ഭൂമി കറങ്ങുക. സൂര്യനോട് അടുത്ത് പോയാൽ ചൂടുകൊണ്ട് ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവനുണ്ടാവില്ല. അകന്നു പോയാൽ തണുപ്പ് കൊണ്ടും ജീവനുണ്ടാകില്ല. സൂര്യനോട് കൃത്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭൂമി കറങ്ങുക. അങ്ങനക്കൊത്ത അകലം ദാമ്പത്യ ബന്ധത്തിൽ, പ്രണയബന്ധത്തിൽ ഉണ്ടാകണം. ഒരാളിൻ്റെ ശരീര സൗന്ദര്യം അല്ലെങ്കിൽ തൊലി വെളുപ്പ്, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് തോന്നുന്ന പ്രണയം ആ ശരീരം എന്നും ഒരുപോലെ ഇരിക്കുകയല്ലോ. ആ ശരീരത്തോടുള്ള ആസക്തി അത് സെക്സുമായിട്ട് ബന്ധപ്പെട്ട് വരും. അത് അവസാനിക്കുമ്പോൾ അയാളോടുള്ള പ്രണയവും നിൽക്കും. അതല്ല യഥാർത്ഥ പ്രണയം. നമ്മുടെ രൂപം എല്ലാ കാലവും ഒരുപോലെ നിൽക്കുകയല്ല. നിരന്തരമായിട്ട് നമ്മെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പ്രകൃതി. നമുക്ക് കുറച്ചു കാലമെങ്കിലും സ്ഥായിയായിട്ട് ഒരു യൗവനകാലം ഒരല്പം നീട്ടിക്കൊണ്ടു പോകാം. എൻ്റെ കൂട്ടത്ത് പഠിച്ച പല ആണായാലും പെണ്ണായാലും പലരെയും കാണുമ്പോൾ തീരെ വയസ്സായി എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് സുന്ദരിമാരായ പെൺപിള്ളേരായിരുന്നവർ പെട്ടെന്ന് മക്കളെയും കെട്ടിച്ചു കൊടുത്ത അമ്മമ്മമാരായി മാറിയപ്പം 57-ാമത്തെ വയസ്സിൽ ഒരു തൈക്കിളവനായി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കാലം നിലനിർത്താം. ഇനി കുറച്ച് കാലം കൂടെ പോകുമ്പോൾ തൊലികൾ ജീവിച്ചിരിക്കുമെങ്കിൽ തൊലികൾ ചുക്കിച്ചുളിയും, ഈ ആകാരമെല്ലാം പോകും. സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെയാണല്ലോ. പ്രകൃതി അങ്ങനെയാണ്. സൃഷ്ടിക്കുക, കുറച്ച് കാലം നിലനിർത്തുക, പിന്നെ അങ്ങ് സംഹരിക്കുക. നമ്മളെല്ലാം അങ്ങോട്ട് പോകേണ്ടവർ തന്നെ. അപ്പോൾ നമ്മൾ ഒരു വയസ്സാവുമ്പോൾ ഉള്ള നമ്മുടെ രൂപവും ഭാവവും അല്ല 5 വയസ്സിൽ, 10 വയസ്സിൽ മറ്റൊന്ന്, 20 വയസ്സിൽ മറ്റൊന്ന്. 20 വയസ്സ് കഴിയുമ്പോൾ കുറച്ച് ഒന്ന് സ്ഥായിയായിട്ട് നിൽക്കും. എന്നാലും 50 കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകും. ശരീരവും മാറും. പക്ഷേ ഈ ശാരീരിക മാറ്റങ്ങൾക്കുമപ്പുറം പ്രണയം നിലനിൽക്കേണ്ടതുണ്ട്. പ്രണയത്തിൻ്റെ മാനദണ്ഡം ശാരീരികമായ ആകർഷകത്വം ആകരുത്. പരസ്പരം ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും വേറൊരാളുടെ തോളിൽ കയറിയിരിക്കാതെ അയാളെ സ്വതന്ത്രനാക്കിക്കൊണ്ട് പരസ്പരം സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടുള്ളതായിരിക്കണം പ്രണയം. അത് ജീവിതാവസാനം വരെയും ഉണ്ടാകുകയും ചെയ്യും. എനിക്ക് ഞാൻ 4 പേര്, എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയുമായി ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന കാലാവസ്ഥയിൽ നിന്നും കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വീട് പോയി, ഭാര്യയ്ക്ക് അവരുടെ ജോലി കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർക്ക് വണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കൂടെ നമുക്കവിടെ ചെന്ന് ഒരു വീട് വെച്ച് വീട് വെച്ചല്ല, വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് താമസിക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. അപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കാര്യം നോക്കുന്നത്? നീ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യം നോക്കാൻ എനിക്കറിയാം. നീ എനിക്കൊരു അവിഭാജ്യ ഘടകമല്ല എന്നുള്ളത് പോലെ തന്നെ നിനക്ക് ഞാനും ഒരു അവിഭാജ്യ ഘടകം അല്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത് സ്ഥായിയായ ഒരു പിരിഞ്ഞു പോകലല്ലോ. നീ പൊക്കോളൂ, നിൻ്റെ പണി നോക്കിക്കൊള്ളൂ. ഒറ്റക്ക് ജീവിക്കുന്നതിലും കുറച്ച് നാൾ പിരിഞ്ഞിരിക്കുന്നതിലും ഒക്കെ ഒരു സുഖം കണ്ടെത്തണം. അങ്ങനെ പോയി. അപ്പം ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും ഒരു അകലം പാലിക്കുകയും ഒരു വ്യക്തിയെ നമ്മുടെ വരുതിക്കുള്ളിൽ വരുത്തി വരച്ച വരയിൽ നിർത്തി ജീവിപ്പിക്കാതെ അവർക്ക് തോന്നിവാസം കാണിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറയുക. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. എന്നാലും ഒരുപാട് പറഞ്ഞ് എനിക്ക് ചില കിറുക്കുകളുണ്ട്, മറ്റാരും സാധാരണ ചെയ്യാത്തത്ര കിറുക്കുകൾ. കണ്ണാടിയുടെ മുമ്പ് സ്വയം സംസാരിക്കുക, എന്നോട് തന്നെ സംസാരിക്കുക. ആദ്യകാലങ്ങളിലൊക്കെ
അവൾക്കത് ഉൾക്കൊള്ളാൻ പാടായിരുന്നു. പിന്നെ ഇത് പരിചയമായപ്പോൾ അത് അവരും ആസ്വദിക്കുന്നുണ്ട്. ഈ വട്ടുകളും കിറുക്കുകളും ഒന്നും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണമല്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അത് വേണമല്ലോ. അപ്പോൾ ഈ മനോഭാവത്തോടു കൂടി ജീവിച്ചാൽ ജീവിതം ദുസ്സഹമാകില്ല. ഇനി അടുത്ത 1-2 എപ്പിസോഡുകൾ കൂടെ ദാമ്പത്യ ജീവിതം, പ്രണയം, എങ്ങനെ പ്രണയിക്കണം, ദാമ്പത്യ ജീവിതത്തിൻ്റെ വശങ്ങൾ, പിള്ളേരെ ഉണ്ടാക്കിയാൽ എങ്ങനെ മര്യാദക്ക് വളർത്തണം എന്നതിനെപ്പറ്റിയുള്ള ചില എൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടായിരിക്കും. നന്ദി.